പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. 2 കൊരിന്ത്യർ 5-15 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞത്? യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അത് നാം അറിയുകയും വിശ്വസിക്കുകയും വേണം. ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൈവപുത്രനായ യേശുനാഥൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി മരിക്കുവാനാണ്. സ്വജീവൻ ബലിയായി കുരിശിൽ തറയ്ക്കപ്പെടുവാനാണ്. നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നമുക്കായി സ്വർഗ കവാടം തുറന്ന് തരുവാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി സ്വപുത്രനെ പിതാവായ ദൈവം പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്നു. അതിനാൽ നാം നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത സ്വർഗകവാടം തുറന്നു തന്ന യേശുവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. ഈ ചിന്ത നമ്മിൽ വരുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറും. 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് നാം അറിഞ്ഞിരിക്കണം. ഒന്ന്, സ്വർഗത്തെ ലക്ഷ്യമാക്കി ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകും. പ്രത്യാശയിൽ നിരാശപ്പെടാതെ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്. ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവർ ആയിരിക്കും അവർ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ. ദൈവവചനം ഹൃദയത്തിൽ നിറച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ. ക്ഷമിക്കുവാനും സഹിക്കുവാനും എളിമപ്പെടുവാനും കഴിയുന്നവരാണ് ഇത്തരം ആളുകൾ. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ജീവിക്കുന്നവരായിരിക്കും. വഴക്കിലും വിദ്വേഷത്തിലും കുറ്റം വിധിയിലും പരദൂഷണത്തിൽ നിന്നും ഒഴിവായി ദൈവമഹത്വത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരായിരിക്കും അത്തരം ആളുകൾ. ഫിലിപ്പി 2-4-5 തിരുവചനങ്ങൾ, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മിൽ ഉണ്ടാകേണ്ട യേശുവിൻ്റെ മനോഭാവത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. നാം പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ നാം പരിഗണിക്കാറില്ല. നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും പരിഗണിക്കുവാനും പലപ്പോഴും സാധിക്കാതെ വരുന്നു. ഇതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ്. യേശു എളിമയുടെയും അനുസരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാതൃകയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. യേശു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. കുരിശുമരണം വരെ അനുസരണ ഉള്ളവനായി തന്നെ താഴ്ത്തുകയാണ് യേശു ചെയ്തത്. അതിനാൽ ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമത്തേക്കാൾ ഉന്നതമായ നാമം നൽകുകയും ചെയ്തു. യേശു നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഫിലിപ്പി 3:8-9 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു.
അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് ചെയ്യുന്നത്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. ഇപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറി തിരുവോസ്തിയിൽ സജീവനായി ഈശോ വസിക്കുന്നു. യേശു പറഞ്ഞു, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. യേശുവിനെക്കുറിച്ച് അറിയുമ്പോൾ യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സഹിച്ച പീഡകൾ ബോധ്യപ്പെടുമ്പോൾ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും യേശുവിന് വേണ്ടി ജീവിക്കുവാനും നാം പരിശ്രമിക്കും. വചനം പാലിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.